സംസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിന് നാളെ തിരിതെളിയും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ വർഷത്തെ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. സെപ്റ്റംബർ 6 വരെ നീണ്ടുനിൽക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് കിരീടത്തിനായി പോരാടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരം സഞ്ജു സാംസൺ ലീഗിന്റെ ഭാഗമാകുന്നുവെന്നതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ ആകർഷണം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനായാണ് സഞ്ജു കളത്തിലിറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലീഗിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ലീഗ് സംസ്ഥാനത്തെ യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ആദ്യ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പല താരങ്ങൾക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകളിൽ അവസരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ആലപ്പി റിപ്പിൾസിനായി കളിച്ച വിഘ്നേഷ് പുത്തൂർ പിന്നീട് മുംബൈ ഇന്ത്യൻസിലൂടെ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സീസണിൽ 30-ലധികം പുതിയ താരങ്ങളാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ഇത് സംസ്ഥാനത്തെ ക്രിക്കറ്റ് രംഗത്തിന് പുതിയ ഉണർവ് നൽകും. നാളെ ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഏരിസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാൻസുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:45 അഡാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമായി രണ്ടാം മത്സരത്തിന് ഇറങ്ങും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:30 വൈകിട്ട് 6:45 മത്സരങ്ങൾ നടക്കുന്നത്. ആവേശകരമായ ലീഗ് ഘട്ടത്തിലെ പോരാട്ടങ്ങൾക്കൊടുവിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടും. സെപ്റ്റംബർ 5 സെമി ഫൈനൽ മത്സരങ്ങളും സെപ്റ്റംബർ 6 കിരീട പോരാട്ടമായ ഫൈനലും നടക്കും. ലീഗിലെ ടീമുകൾ ഇവയൊക്കെയാണ്: ഏരിസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, അഡാനി ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, ആലപ്പി റിപ്പിൾസ്. ഓരോ ടീമും മികച്ച താരനിരയുമായാണ് ലീഗിൽ എത്തുന്നത്. ഇത് മത്സരങ്ങളെ കൂടുതൽ ആവേശകരമാക്കും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പിച്ചുകൾ ബാറ്റിംഗിന് ഏറെ അനുകൂലമാണെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ ആരാധകർക്ക് ഉയർന്ന സ്കോറുകളും ആവേശകരമായ നിമിഷങ്ങളും പ്രതീക്ഷിക്കാം. മത്സരങ്ങൾ കാണാനെത്തുന്ന കാണികൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി സ്റ്റേഡിയത്തിൽ LED ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കളിക്കാർക്ക് മാത്രമല്ല കാണികൾക്കും മികച്ച ദൃശ്യാനുഭവം സമ്മാനിക്കും. കൂടാതെ മത്സരങ്ങളുടെ ടെലിവിഷൻ സംപ്രേഷണം HD നിലവാരത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. കാണികൾക്ക് മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരവും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഇത് കൂടുതൽ ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിക്കാനും സഹായിക്കും. മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് 3-ലും ഏഷ്യാനെറ്റ് പ്ലസിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 1ാം സീസൺ വലിയ വിജയമായിരുന്നു. വിഘ്നേഷ് പുത്തൂരിനെ പോലെ നിരവധി താരങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടാൻ ഈ ലീഗ് സഹായിച്ചു. ആഭ്യന്തര താരങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരം നൽകുന്നതിലൂടെ സംസ്ഥാന ക്രിക്കറ്റിന്റെ ഭാവിക്ക് ഈ ലീഗ് ഒരു മുതൽക്കൂട്ടാകുന്നു. ഈ സീസണിൽ സഞ്ജു സാംസനെ പോലുള്ള ഒരു പ്രമുഖ താരം കളിക്കുന്നത് യുവതാരങ്ങൾക്ക് വലിയ പ്രചോദനമാകും. ലീഗിലെ മത്സരങ്ങൾ സംസ്ഥാനത്തെ ക്രിക്കറ്റ് ഭാവിയെ കൂടുതൽ പ്രകാശമാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ടീമുകളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ സീസൺ ആഭ്യന്തര ക്രിക്കറ്റിന്റെ നിലവാരം ഉയർത്താനും പുതിയ പ്രതിഭകളെ കണ്ടെത്താനും സഹായിക്കുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നു.